മകനായിരിക്കുമ്പോഴും അച്ഛനായിരിക്കുമ്പോഴും അമ്മയായിരിക്കുമ്പോഴും ഒക്കെ ഈ ബെൽറ്റൊന്നും ഇല്ലാതെ ഇത് പാലിക്കാൻ പറ്റും, ശങ്കയൊന്നുമില്ല. പൂർണ്ണമായി തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അധ്യായം 9 അനാസക്തി. അനാസക്തി, ആസക്തിയില്ലായ്മ. അഷ്ടാവക്ര ഉവാച, അങ്ങനെയാണെന്ന് തോന്നുന്നു. അഷ്ടാവക്ര ഉവാച, അഷ്ടാവക്രൻ പറഞ്ഞു, കൃതാകൃതേച ദ്വന്ദ്വാനി കഥാ ശാന്താനി കസ്യവാം ഏവം ജ്ഞാത്വേഹ നിർവേദാത് ഭവത്യാഗപരോവ്രതി. കൃതാകൃതേച ദ്വന്ദ്വാനി കഥാ ശാന്താനി കസ്യവാം ഏവം ജ്ഞാത്വേഹ നിർവേദാത് ഭവത്യാഗപരോവ്രതി. കൃതാകൃതേ ദ്വന്ദ്വാനി ച കഥാ കസ്യവാ ശാന്താനി ഏവം ജ്ഞാത്വാ ഇഹ നിർവേദാത് ത്യാഗപരഃ അവ്രതീ ഭവ. കൃതാകൃതേ, കൃത്യ അകൃത്യങ്ങളും ധർമ്മ അധർമ്മങ്ങളും എന്ന് പറഞ്ഞാൽ ചെയ്തവയും ചെയ്യാത്തവയും, ചെയ്ത ധർമ്മങ്ങളും ചെയ്യാത്ത ധർമ്മങ്ങളും, കൃതങ്ങളും അകൃതങ്ങളും. ദ്വന്ദ്വാനിച്ച, സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളും. കഥ എപ്പോൾ, കസ്യവ ആർക്കാണ്, ശാന്താനി ആർക്കാണ് ഇല്ലാതാകുന്നത്, ആർക്കാണ് ശാന്തമാകുന്നത്. ഏവം ജ്ഞാത്വ, ഇപ്രകാരമറിഞ്ഞ്. ഇഹലോകത്തിൽ, ഈ ലോകത്തിൽ നിർവേദത്താൽ, നിർവേദാത്, നിർവേദത്താൽ ഉപേക്ഷയാൽ, ആ അനുഭവത്തെ ഇല്ലാതാക്കിയാൽ, വിരാഗതയാൽ, ത്യാഗപരഃ, ത്യാഗനിഷ്ഠനും, അവ്രതി, വ്രതമുക്തനും, ആഗ്രഹമില്ലാത്തവനും ഭവ, ആകൂ. നീ ആഗ്രഹമില്ലാത്തവനാകണം, നീ വ്രതമുക്തനാവണം. നിർവേദം കൊണ്ട് വേണം നീ ആഗ്രഹമുക്തനാവാൻ. എങ്ങനെയാണ് നിർവേദം നേടുക? കൃത്യാകൃത്യങ്ങൾ, സുഖദുഃഖങ്ങൾ ആർക്കാണ് ഇല്ലാതാകുന്നത് എന്നറിഞ്ഞ്, കൃത്യാകൃത്യങ്ങളും സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളും ഇല്ലാതാകുന്നത് ആർക്കാണ്, എപ്പോഴാണ് എന്നറിഞ്ഞ്. എപ്പോഴാണ് കൃത്യാകൃത്യങ്ങൾ ഇല്ലാതാകുന്നത്, ആർക്കാണ് ഇല്ലാതാകുന്നത്? രണ്ട് ചോദ്യമാണ് ചോദിക്കുന്നത്. ആർക്ക് കൃത്യാകൃത്യങ്ങൾ ഇല്ലാതാകും, എപ്പോൾ ഇല്ലാതാവും? ആർക്ക് സുഖദുഃഖാദികൾ ഇല്ലാതാകും, എപ്പോഴില്ലാതാവും? ബന്ധമുണ്ടെങ്കിൽ കൃത്യവും അകൃത്യവും ഉണ്ട്. ബന്ധമുണ്ടെങ്കിൽ സുഖവും ദുഃഖവുമുണ്ട്. ബന്ധമില്ലെങ്കിൽ സുഖവും ദുഃഖവും ഇല്ല. എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ രോഗം, അച്ഛന് വേദനയില്ല, എനിക്ക് വേദനിക്കുന്നു. എനിക്ക് വേദനിക്കുന്നതുകൊണ്ട് അച്ഛന് വേദനയുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പോയി ചോദിക്കുന്നു.
അച്ഛൻ എൻ്റെ മുമ്പിൽ വേദനയില്ല എന്ന് പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ആ മനുഷ്യൻ വല്ലാതെ വേദനിക്കുന്നു എന്ന് ഞാൻ വേദനിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിലാക്കുന്നു. എന്നെക്കാൾ കൂടുതൽ ഞാൻ പൈസ കൊടുത്ത ആശുപത്രിയിലെ ഡോക്ടർ അച്ഛൻ്റെ അടുക്കൽ നിന്ന് പരിചരിക്കുന്നു. അദ്ദേഹം അച്ഛനെ എടുത്തിരുത്തുന്നു, അല്ലെങ്കിൽ പരിചാരകൻ എടുത്തിരുത്തുന്നു, ട്യൂബിടുന്നു, ഇഞ്ചക്റ്റ് ചെയ്യുന്നു, മരുന്ന് കൊണ്ടുവരുന്നു, സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇതെല്ലാം ചെയ്യാതിരിക്കുമ്പോഴും ഇതെല്ലാം ചെയ്ത് അച്ഛൻ മരിക്കുമ്പോഴും അച്ഛൻ രക്ഷപ്പെടുമ്പോഴും അയാൾ ചിരിക്കുന്നു. മനസ്സിലായില്ല? അയാൾ ചിരിക്കുന്നു. എൻ്റെ അച്ഛൻ മരിച്ചുപോയി ഡോക്ടർ, കാം ഡൗൺ, സമാധാനമായിരിക്കൂ. എന്തെങ്കിലും ഒരിക്കൽ മരിക്കില്ലേ? അച്ഛൻ മരിച്ചു. ഡോക്ടർ അച്ഛൻ്റെ കർമ്മം 5-ാം ദിവസം സഞ്ചയനമുണ്ട്. ഡോക്ടർ വരില്ലേ? നേരം കിട്ടിയാൽ വരാമല്ലോ. ഞങ്ങളെല്ലാം കൂടി തിരക്ക് വെക്കാറാണ് ഡോക്ടർ. 11-ാം ദിവസം അടിയന്തരമൊക്കെ വെച്ചിരിക്കുകയാണ്. ഡോക്ടർ എന്തായാലും വരണം. 11-ാം ദിവസം വന്നു. അച്ഛൻ്റെ മരണത്തിൻ്റെ അടിയന്തരത്തിന് ആളുകളെയൊക്കെ ചിരിച്ച് കളിച്ച് മകൻ സ്വീകരിക്കുന്നു. ഡോക്ടറുടെ അടുത്തു നിന്ന് പായസമൊക്കെ വിളമ്പിക്കൊടുക്കുന്നു. അല്പം കൂടെ കഴിക്കാം ഡോക്ടർ എന്ന് പറയുന്നു. കഴിപ്പ് കഴിഞ്ഞ് മക്കളും ഒക്കെ ഇരുന്ന് കഴിക്കുന്നു. ഡോക്ടർ സൂക്ഷിച്ചു നോക്കുന്നു. മകനും പായസം കുടിക്കുന്നു സന്തോഷത്തോടെ. ഡോക്ടർ പാചകക്കാരനെ വിളിച്ചിരുന്നത് വലിയൊരാളെയാണ്. സമയത്ത് അദ്ദേഹത്തിനൊരു അസൗകര്യം വന്നു. അതുകൊണ്ട് ആ പാലട പൂർണ്ണമായി ശരിയായില്ല എന്ന് പറയുന്നു. അപ്പോൾ ആർക്കാണ് കൃത്യവും അകൃത്യവും ബന്ധവും സുഖവും ദുഃഖവും ഇല്ലാതാകുന്നത്? ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ അല്പമെങ്കിലും അതിശയോക്തിയുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ തന്നെയാണ് മറ്റുള്ളവരിൽ കാണുന്നത്, ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ല. ആർക്കാണ് കൃത്യാകൃത്യങ്ങളും സുഖദുഃഖങ്ങളും? എപ്പോഴാണ്? അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ആർക്കാണ് കൃത്യാകൃത്യങ്ങൾ എന്നതുപോലെ പ്രാധാന്യമുള്ളതാണ് എപ്പോഴാണ് കൃത്യാകൃത്യങ്ങൾ. എൻ്റെ അച്ഛനെന്ന മമതയുടെ ഒരു മുഹൂർത്തത്തിൽ മാത്രമേ ഇതുള്ളൂ? എപ്പോഴും ഉണ്ടോ? മകൻ്റെ കൃത്യാകൃത്യങ്ങൾ അച്ഛനെന്ന ബോധം ബന്ധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ കൃത്യാകൃത്യങ്ങൾ മകനെന്ന ബോധം ബന്ധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഭർത്താവിൻ്റെ കൃത്യാകൃത്യങ്ങൾ അത് ബന്ധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഭാര്യയുടെ കൃത്യാകൃത്യങ്ങൾ ഭാര്യ ബന്ധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ചോദ്യം മനസ്സിലായില്ല? ഒരു കോളേജിൽ കുറേ കുട്ടികൾ പഠിക്കുകയാണ്. അതിലൊരുവൻ നല്ല ഉപന്യാസകാരനാണ്. എപ്പോൾ ഉപന്യാസത്തിന് പോയാലും അവനാണ് മത്സരത്തിൽ ജയിക്കുക.
നല്ല സംഗീതജ്ഞനാണ്, പാട്ടിൽ അവനാണൊന്നാണ്. ക്രിക്കറ്റ് ടീമിലും ഫുട്ബോൾ ടീമിലും ഉണ്ട്, നന്നായി കളിക്കും. അവൻ്റെ കളി കാണാൻ തന്നെ ഒരു ചാരുതയാണ്. കാരണം കാൽക്കുലേറ്റഡ് ആയിട്ട് അടിക്കുന്ന പോലെയാണ് തോന്നുക. ബാക്കിയുള്ളവരൊക്കെ അടിച്ചാൽ ആ കളിക്കൊരു ചാരുതയില്ല. കളിയിലും ചാരുതയുള്ള കളിയുണ്ട്. അവൻ്റെ ഫുട് വർക്ക്, അങ്ങനെയാണ് ക്രിക്കറ്റിൽ പറയുക. അതിനൊരു ശൃംഗാരമുണ്ട്. അതുണ്ടെങ്കിലിരുന്ന് കാണാനൊരു സുഖമുണ്ട്. എല്ലാവരും കളിച്ചാൽ കാണാൻ സുഖമില്ല. ചിലപ്പോൾ അവനായിരിക്കും കുറ്റി പിഴുതെറിയുന്നതും ചിലപ്പോൾ സിക്സർ അടിക്കുന്നതൊക്കെ. പക്ഷേ എങ്കിലും ഫുട് വർക്ക് നല്ലതല്ലെങ്കിൽ കളി കാണാനൊരു രസം ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കളിയെന്നറിയില്ല, കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ക്രിക്കറ്റിൽ അവൻ ഉന്നതനാണ്, ഫുട്ബോളിൽ വളരെ ഗംഭീരനാണ്. വല്ലപ്പോഴുമേ ക്ലാസ്സിൽ വരുള്ളൂ. വന്നാൽ പഠിക്കാൻ അവന് തുല്യൻ വേറെ ആരുമില്ല. ഇങ്ങനൊരു വിദ്യാർത്ഥിയെ ഉദാഹരണമായി എടുക്കുക. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇവൻ്റെ ഒരു സ്നേഹത്തിനായി നിൽക്കുകയാണ്. ഇവൻ വളരെ രസികനാണെന്ന് കൂടെ സങ്കല്പിക്കുക. ഇപ്പോൾ ഒരു കുട്ടി വന്നു, വളരെ കാര്യമായിട്ട് ഇന്ന് നമുക്കൊന്ന് ഹോട്ടലിൽ പോകണ്ടെന്ന് ചോദിച്ചു. വിളിച്ചു, പോയി അല്പം ഭക്ഷണമൊക്കെ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചു. കാരണം ഇവൾ വിളിച്ചപ്പോൾ തന്നെ മറ്റവൾ വിളിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ ആ ഭക്ഷണം തരുന്നതാണ്. അവളോടും ഇവളോടും 2 സമയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മുഴുവൻ കഴിച്ചു തീർത്താൽ അവിടെ പോയിരുന്നാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് 2 സ്ഥലവുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരുവൻ ആദ്യത്തെ ആളിൽ ബന്ധിക്കപ്പെടുമ്പോൾ അയാളിലും അവളിലും ഉണ്ടാകുന്ന ബന്ധം, രണ്ടാമത്തെ ആളിൽ ബന്ധിക്കപ്പെടുമ്പോൾ അവളിലും അയാളിലും ഉണ്ടാകുന്ന ബന്ധം, മൂന്നാമത്തെ ആളിൽ ബന്ധിക്കപ്പെടുമ്പോൾ അവളിലും അയാളിലും ഉണ്ടാകുന്ന ബന്ധം. ഇതെല്ലാം കഴിഞ്ഞ് കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും ഓട്ടോഗ്രാഫിൽ എഴുതി വരാനിരിക്കുന്ന കാലത്ത് ഒന്നിച്ച് ജീവിക്കുന്നതിനെപ്പറ്റി സ്വപ്നവും എഴുതി കഴിഞ്ഞ് ഒരു ദിവസം ഇവൻ വേറൊരുത്തിയെ വിവാഹവും കഴിച്ചു എന്ന് വരുമ്പോൾ ആ ബന്ധവും ഇവരുടെ ക്ഷതബന്ധങ്ങളും ഇവർ വേറെ വിവാഹം കഴിച്ചിട്ടും ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ വെച്ചൊരിക്കൽ കാണുമ്പോൾ ഉണർന്നു വരുന്ന ബന്ധവും ഒക്കെ വെച്ചിട്ട് എപ്പോഴാണ് സുഖദുഃഖങ്ങൾ, എപ്പോഴാണ് കൃത്യാകൃത്യങ്ങൾ, ആർക്കാണ് എന്നതൊന്ന്, എപ്പോഴാണെന്നുള്ളതൊന്ന്. ഒരുപാട് സാധ്യതകളുള്ള ഒരു ബിംബമാണ് ഞാനിട്ടത്, ശരിയല്ല? ഒട്ടേറെ സാധ്യതകളുള്ള ജീവിതായോധനത്തിൻ്റെ രംഗവേദിയിൽ ഒട്ടേറെ സാധ്യതകളുള്ള ഈ പറഞ്ഞ കുട്ടികൾ 6-7 പേർ ഇവനിൽ ബന്ധിച്ചിരിക്കുമ്പോഴും അത് പരസ്പരം അവരറിയുമ്പോഴും ആ മത്സരപന്തയത്തിൽ ആരാണ് ജയിക്കുന്നത് എന്ന് മത്സരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ജയിച്ചാൽ പരാജിതനിലുണ്ടാകുന്ന ബന്ധങ്ങളുടെ ലോകം, വിജയിയിലുണ്ടാകുന്ന ബന്ധങ്ങളുടെ ലോകം. ക്യാൻ യു ഇമാജിൻ? നോ ഓർ എസ്. അപ്പോൾ എപ്പോഴാണ് കൃത്യാകൃത്യങ്ങൾ, എപ്പോഴാണ് സുഖദുഃഖങ്ങൾ? അച്ഛനിൽ, അമ്മയിൽ, മകനിൽ, മകളിൽ, ഭാര്യയിൽ, ഭർത്താവിൽ, കാമുകനിൽ, കാമുകിയിൽ എന്ന് വേണ്ട ലോകത്തിൻ്റെ ഏത് രംഗവേദിയിലേക്ക് എത്തുമ്പോഴും ബന്ധങ്ങൾ ഉളവാക്കുന്ന സുഖദുഃഖങ്ങളും കൃത്യാകൃത്യങ്ങളും ആർക്ക്, എപ്പോൾ? ഇതിൻ്റെ ഒരു തിരിച്ചറിവുണ്ടായാൽ എപ്പോഴാണിതുണ്ടാകുന്നത്? എൻ്റെ ബോധത്തിനുള്ളിൽ അച്ഛൻ ബന്ധിക്കപ്പെടുമ്പോൾ മാത്രമാണോ, അല്ലാത്തപ്പോഴും? ചോദ്യം മനസ്സിലായില്ല.
മാത്രം. അതുകൊണ്ടല്ലേ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയതും അച്ഛനിൽ ബന്ധിക്കപ്പെട്ടപ്പോൾ മാത്രം കൊണ്ടുപോയതും. അച്ഛനിൽ ബന്ധമില്ലാത്തത് കൊണ്ട് ഡോക്ടർക്ക് വല്ലതൊക്കെ ചെയ്യാൻ പറ്റി. മനസ്സിലായില്ല? ഈ കൊണ്ടുപോയ മകൻ തന്നെ ഡോക്ടറായിരിക്കട്ടെ, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റുമോ? ബന്ധിച്ചാൽ ഒരു മരുന്നെടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ പേര് കേട്ട സർജനാണ്, അച്ഛനെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം. പറ്റുമോ? പറ്റുമോ? എന്തിന് ഡോക്ടറായ തനിക്കൊരു പനി വന്നാൽ ഒരു മരുന്നെടുത്ത് കഴിക്കാൻ പറ്റുമോ? ചോദ്യം മനസ്സിലായില്ല? 100 പേർക്ക് മരുന്ന് കുറിച്ച് കൊടുക്കുന്നതാണ്, പിന്നെ ഇതെടുത്താൽ കഴിച്ചാൽ പോരെ? തൻ്റെ ശരീരത്തെ തന്നിൽ നിന്ന് പൃഥക്കരിച്ച് കണ്ട് തനിക്കൊരു മരുന്ന് കഴിക്കാൻ പറ്റുമോ? ചോദ്യം മനസ്സിലായില്ല? പറ്റുമോ? വൈ? കൃത്യാകൃത്യങ്ങളും സുഖദുഃഖങ്ങളും ബന്ധിക്കപ്പെടുമ്പോൾ മാത്രം, ബന്ധമുള്ളവനിൽ മാത്രം. കൃത്യാകൃത്യങ്ങളും സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളും ഇല്ലാതാകുന്നത് ബന്ധമില്ലാത്തവനിൽ മാത്രം, ബന്ധിക്കപ്പെടാത്തവനിൽ മാത്രം, മുക്തനാകുമ്പോൾ മാത്രം. മുക്തനിൽ മാത്രം, മുക്തനാകുമ്പോൾ മാത്രം. ഇതറിഞ്ഞ്, ഇത്രേ അറിയാനുള്ളൂ. നിത്യാനുഭവമാണ് മുക്തി. അതിൽ ബന്ധിക്കപ്പെട്ടപ്പോൾ കണ്ണുനീർ വന്നു, ശരീരം തളർന്നു, എല്ലാമായി. ബന്ധിക്കപ്പെടാതെ എത്രയോ മരണങ്ങൾ നാം കണ്ടു. എത്ര പേരെ നമ്മുടെ കൈകൊണ്ട് കുഴിച്ചിട്ടു, എത്ര പേർക്ക് ചെതയൊരുക്കി, എത്ര പേരുടെ അടിയന്തരത്തിന് പാകം ചെയ്തു. ഒരു തുള്ളി കണ്ണുനീർ ആ ചിതയ്ക്കരികിൽ വീണില്ല. എന്തെല്ലാം രാഷ്ട്രീയം പറഞ്ഞു അവിടെ നിന്ന്, എന്തെല്ലാം നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞു. അവിടെ നിന്ന് അയാളുടെ നെഞ്ചു പൊട്ടുമ്പോൾ പണ്ട് ചെയ്തതിൻ്റെ ഒക്കെ കൂടി ആ ഒന്നിച്ചാണല്ലോടാ പൊട്ടുന്നത്. മനസ്സിലായില്ല? വിറക് കത്തിക്കാളി ഭൂമെന്നൊരൊച്ച കേൾക്കുമ്പം തട്ടിക്കൂട്ടറാ നോക്കിയിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് അതും ചെയ്ത കാരണവരാണ്, വിടണ്ട എന്ന് വരെ തമാശ പറഞ്ഞു. ശരിയല്ല? ശരിയല്ല? മരണം മുഖാമുഖം കണ്ടു. ശവമെടുത്ത് ചുമന്നുകൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ കണ്ടു, ഭാര്യയുടെ നെഞ്ചത്തടി കണ്ടു. എന്നിട്ടും ഒരു ചാഞ്ചല്യവുമില്ലാതെ അയാളുടെ ചിതയൊരുക്കി. അയാളെ ചിതയ്ക്കുമേൽ കിടത്തി അതിന് മുകളിലേക്ക് വിറകെടുക്കുമ്പോൾ, വറളിയെടുക്കുമ്പോൾ നല്ല പോലെ ചേർത്ത് വെക്കടാ, ചിലപ്പം വിറകിനിടയുണ്ടായാൽ ഇവൻ ഇനിയും ഏറ്റുവന്നുകൂടായികയില്ല എന്നൊരു വിറ്റും പറഞ്ഞു. ശരിയല്ല? ശരിയല്ല? അവിടെ നിന്ന് എത്രയോ തമാശകൾ പൊട്ടിച്ചു. അയാളുടെ അസ്ഥി പെറുക്കാൻ കൂടെ കൂടി പറഞ്ഞു കൊടുത്തു. അതിൻ്റെ തലക്കീൽ വയ്ക്കാൻ ആവശ്യമായ വാഴയും സാധനങ്ങളുമൊക്കെ എത്തിക്കുമ്പോൾ ഇയാളുടെ ചാരത്തിൽ കിളുക്കുമെന്ന് തോന്നുന്നില്ല, അതും കൂടെ ദ്രവിച്ചു പോകുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞില്ലേ? എങ്ങാനും ആ വാഴ കൊലച്ചാൽ ആ കായൊന്നും മനുഷ്യർക്ക് കൊടുക്കരുത്, ഇനിയും ഇയാളെപ്പോലൊന്നുണ്ടായാൽ ബുദ്ധിമുട്ടാണെന്ന് സൂചിപ്പിച്ചില്ലേ? ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞെടുത്ത് എൻ്റെ അച്ഛനെന്ന് വന്നപ്പോൾ ഇതൊക്കെ മാറിയില്ലേ? ചോദ്യം മനസ്സിലായില്ല? എപ്പോഴാണ് കൃത്യാകൃത്യങ്ങൾ? എപ്പോഴാണ് സുഖദുഃഖങ്ങൾ? ക്ലിയറായി? ക്ലിയറായി?
എല്ലാ രംഗവും കണ്ടു, എല്ലാം അനുഭവിച്ചു തീർത്തു. എല്ലാം കഴിഞ്ഞ് ആദ്യമുള്ളതുപോലെ നോക്കുമ്പോൾ മുക്തനാകുമ്പോൾ ഇതൊന്നുമില്ല. മുക്തന് ഇതൊന്നുമില്ല. മുക്തന് മുക്തി വരുമ്പോൾ ഇതൊന്നുമില്ല. ബദ്ധന് ബന്ധത്തിൽ ഇതെല്ലാമുണ്ട്. കഴിച്ചിട്ടാകാവുന്നു.